മീനമാസത്തിന്റെ ചൂടും പരീക്ഷകളുടെ സമ്മർദ്ദവും സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന്റെ തിരക്കുകളും നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസും ഈ മാർച്ച് മാസക്കാലം നമ്മെ ഒരുപാട് ടെൻസ്ഡ് ആക്കുന്നുണ്ടല്ലേ. എന്നാൽ ഈ തച്ചന്റെ ഓർമ്മ നമ്മെ ഒരുപാട് കൂളാക്കും. ഗർഭിണിയായ ഭാര്യയും കൊണ്ട് ബെത്ലഹേമിലേക്കുള്ള യാത്ര, പ്രാണരക്ഷാർത്ഥം ഈജിപ്തിലേക്കുള്ള പലായനം, ഇസ്രായേൽ ദേശത്തേക്കുള്ള തിരിച്ചുവരവ്, അന്നന്ന് ജീവിക്കാൻ വേണ്ടി രാപകലുള്ള കഷ്ടപ്പാട്. ഈ പ്രതിസന്ധികൾക്കിടയിൽ ഈ തച്ചൻ എങ്ങനെ ഭയപ്പെടാതെ തെറ്റായി പ്രതികരിക്കാതെ ഇത്ര കൂളായിട്ട് ജീവിത ക്ലേശങ്ങളെ ഏറ്റെടുത്തു? എങ്ങനെ നിശബ്ദതയുടെയും കരുതലിന്റെയും കാവലാളായി? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഹൃദയത്തിന്റെ ഭാഷ ഈ തച്ചൻ മനസ്സിലാക്കി. എങ്ങനെ? ദൈവത്തോട് ആലോചന ചോദിച്ച്, ദൈവത്തോട് മിണ്ടിയും പറഞ്ഞും, ദൈവത്തോട് തന്റെ ഹൃദയവികാര വിചാരങ്ങൾ പങ്കുവച്ചു. അങ്ങനെയെങ്കിൽ ചെറിയ നിസ്സാര കാര്യങ്ങളിൽ പോലും ഈശോയെ കൂട്ടുപിടിച്ച് ആലോചിച്ച് നമുക്കും കൂളാകാമെന്നേ. ഈശോയുടെ വഴിയെ നടന്ന് നമ്മുടെ ലൈഫ് നമുക്കും അടിച്ചു പൊളിക്കാമെന്നേ. നമുക്ക് യേശുപിതാവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മനസ്സറിഞ്ഞ വിശുദ്ധ യേശുപിതാവേ, ഈശോയുടെ മനസ്സറിയാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. കരുതുന്ന സ്നേഹ